വെൽക്കം ടു ആൻവേൾഡ്. സോ ഇന്ന് നമ്മൾ പുതിയൊരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജൂൺ 2015 CSIR നെറ്റ് ഫിസിക്സിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? എ പാർട്ടിക്കിൾ ഓഫ് യൂണിറ്റ് മാസ് മൂവ്സ് ഇൻ ദ XY പ്ലെയിൻ ഇൻ സച്ച് എ വേ ദാറ്റ് x dot of t equal to y of t and y dot of t equal to minus x of t, we can conclude that it is in a conservative force field which can derived from potential. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഫസ്റ്റ് എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ തന്നിട്ടുണ്ട് ഇതൊരു യൂണിറ്റ് മാസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു പാർട്ടിക്കിൾ അത് മൂവ് ചെയ്യുകയാണ്. അത് XY പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത്. അതിനൊരു എക്സ് കമ്പോണൻറ്റും ഒരു വൈ കമ്പോണൻറ്റും ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഡാറ്റ എടുത്തെഴുതാം അല്ലേ. നമുക്ക് തന്നിട്ടുള്ളത് x ഡോട്ട് ഓഫ് t എന്നുള്ളത് y ഓഫ് t ആണെന്ന് തന്നിട്ടുണ്ട്. ഇക്വേഷൻ 1 ഇത് ഗിവൺ ആണ്. ഓക്കെ, രണ്ടാമത്തത് y ഓഫ് t എന്നുള്ളത് മൈനസ് എക്സ് ഓഫ് t, ഇതും ഗിവൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ അതുപോലെ എടുത്തെഴുതി. ഇത് യൂണിറ്റ് മാസ് ആണെന്ന് തന്നിട്ടുണ്ട്. മാസ് ഈക്വൽ ടു 1 യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. യൂണിറ്റ് മാസാണ്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് ഫീൽഡാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യലാണ് വിച്ച് ക്യാൻ ബി ഡിറൈവഡ് ഫ്രം പൊട്ടൻഷ്യൽ അല്ലേ. നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് നമുക്കതിനെ പൊട്ടൻഷ്യലിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു മോഷന് ഫിസിക്സിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. കൺസർവേറ്റീവ് ഫീൽഡിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ നമുക്ക് എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എന്നെഴുതാം. എഫ് ഓഫ് എക്സ് കമ്പോണൻറ്റിന് സിമ്പിളായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ്, സെഡ് കമ്പോണൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജനറലൈസ് ആയിട്ട് നമുക്കതിനെ ഗ്രേഡിയൻ്റ് രൂപത്തിൽ എഴുതാം. എഫ് ഈക്വൽ ടു മൈനസ് ഡെൽ വി അല്ലേ, മൈനസ് ഡെൽ വി എന്ന് എഴുതാം. അവിടെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സും ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് അല്ലേ. ഇതിൻ്റെ എല്ലാ കമ്പോണൻ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഡെൽ എന്നുള്ള രൂപത്തിലും എഴുതാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ നമ്മളതുപോലെ എഴുതി. ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് ഡാറ്റയിൽ നിന്ന് നമുക്ക് അറിയാം എഫ് എന്ന് പറയുന്നത് ഇവിടെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് തന്നിട്ടുണ്ട്. എഫ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആണ് അല്ലേ. എക്സിൻ്റെ കമ്പോണൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആണ്. ഒരു കൺസർവേറ്റീവ് ഫീൽഡിന് നമുക്ക് എങ്ങനെ എഴുതാം? പൊട്ടൻഷ്യലിൻ്റെ ഗ്രേഡിയൻ്റ് ആയിട്ട് എഴുതാം. മൈനസ് ഓഫ് അതിൻ്റെ ഡിഫറൻഷ്യൽ അല്ലേ, ഗ്രേഡിയൻറ്റ്. എഫ് ഈക്വൽ ടു മൈനസ് ഡെൽ വി ആയിട്ട് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ അതിൻ്റെ വൈ കമ്പോണൻറ്റ് എന്തായിരിക്കും? എഫ് ഓഫ് വൈ മൈനസ് ഡോ വി ബൈ ഡോ വൈ ആയിരിക്കും. സോ ഇവിടെ മാറുന്ന വേരിയബിൾ അനുസരിച്ച് ഇവിടെ മാറുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എഫിൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? നമുക്കിവിടെ എഫ് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. എഫ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് വി കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമുക്ക് എഫ് ആദ്യം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ 1 അല്ലേ. നമുക്കിതിന് എഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിനെ ഡബിൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? എക്സ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ഓഫ് ഡി ടി ആണ്. നമ്മൾ ടൈമിനനുസരിച്ച് മാറുന്ന ഒരു വേരിയബിളാണ് എക്സ്. അപ്പോൾ അതിനെ ടൈമിനെ ഡെറിവേറ്റീവ് ചെയ്യുക എന്നതാണ് എക്സ് ഡോട്ട് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എക്സ് ഡബിൾ ഡോട്ട് ഓഫ് ടി എന്ന് എഴുതാം. ഇതതിനെ ഡിനോട്ട് ചെയ്യുക, റെപ്രസെൻ്റ് ചെയ്യുന്നൊരു മാർഗം മാത്രമാണ്. അപ്പോൾ
ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ എക്സ് ഡോട്ട് ഡബിൾ ഡോട്ട് ആണെങ്കിൽ നമ്മളതിനെ രണ്ട് വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കതിനൊരു ഡോട്ട് എടുത്തിട്ട് നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാം. അതാണ് അതെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ സിമ്പിളാണ്. ഓക്കെ. സോ നമുക്ക് ഇതിനെ വീണ്ടും ഡബിളായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ നമുക്ക് ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡബിൾ ഡോട്ട് ഓഫ് ടി കിട്ടില്ലേ? ഓക്കെ. ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് മാത്രം ഒരു 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 കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു LHSൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഡബിൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ നമ്മൾ ഒരിക്കൽ കൂടി ഡബിൾ ഡിഫറൻഷ്യേറ്റ് അല്ല, ഇത് ഓൾറെഡി ഡിഫറൻഷ്യേറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഡബിൾ ഡോട്ട് കിട്ടി അല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ആണ്. നമ്മൾ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സ് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ കിട്ടി. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് ഡബിൾ ഡോട്ട് ഓഫ് ടി. അപ്പോൾ നമ്മൾ ഇവിടെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഡി വൈ ബൈ ഡി ടി എന്ന് പറയും. ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈ ഡോട്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഡബിൾ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു വൈ ഡോട്ട് എന്നെഴുതാം. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി നമുക്ക് കിട്ടിയ ഇതിനെ ഇവിടെ നോക്കൂ. ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും രണ്ട് കോമ്പിനേഷൻ ആയിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് എഫ് എക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. കൺസർവേറ്റീവ് ഫീൽഡാണെങ്കിൽ നമ്മളതിൻ്റെ എഫ് ഇക്വൽ ടു മൈനസ് ഡെൽ വി എന്ന് എഴുതും. അതിൽ എക്സ് കമ്പോണൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു ഫോമിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേരിയബിൾ ഒന്നേ പാടുള്ളൂ അല്ലേ, രണ്ട് വേരിയബിൾ പാടില്ല. അപ്പോൾ നമ്മൾ ഇതിന് ജസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള നെക്സ്റ്റ് ഡാറ്റ ഉണ്ട്. ഈ ഡാറ്റയിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ. നമുക്ക് കിട്ടി. ഇവിടെ നോക്കൂ, ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുന്നു. ഇത് ഇക്വേഷൻ 3, ഇത് ഇക്വേഷൻ 4 ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇതിന് രണ്ടിനും കമ്പയർ ചെയ്ത് നോക്കൂ. ഇവിടെയും വൈ ഡോട്ടാണ്, ഇവിടെയും വൈ ഡോട്ടാണ്. വൈ ഡോട്ട് മൈനസ് എക്സ് ഓഫ് ടിക്ക് ഈക്വലാണ്. വൈ ഡോട്ട് ഡബിൾ എക്സ് ഓഫ് ടിക്ക് ഈക്വലാണ്. വൈ ഡോട്ട് ഇതിനും ഈക്വൽ ആണെങ്കിൽ സോ നമുക്ക് ഇത് ഈക്വൽ ആണെന്ന് എഴുതിക്കൂടെ. സോ എക്സ് ഡബിൾ ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് എക്സ് ഓഫ് ടി എന്ന് എഴുതിക്കൂടെ. ഇക്വേഷനിൽ 3ഉം 4ഉം നമ്മൾ കമ്പയർ ചെയ്തു. നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ നമുക്കറിയാം എഫ് ഈക്വൽ ടു എം എ അല്ലേ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡി വി ബൈ ഡി ടി അല്ലേ, വെലോസിറ്റിയുടെ റേറ്റ് ചേഞ്ച് അല്ലേ. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി അല്ലേ. അപ്പോൾ നമുക്ക് എഫിന് എങ്ങനെ എഴുതാം? എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ അല്ലേ. എക്സ് വെലോസിറ്റി എന്ന് പറയുന്നത് എക്സിൻ്റെ ഡിഫറൻഷ്യേറ്റ് ആണല്ലേ. അതിനെ ഡി വി ബൈ ഡി ടി ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ് അല്ല. അപ്പോൾ ഇതേ ഫോമിൽ നമുക്ക് കിട്ടി. ഇവിടെ മാസ് എന്നുള്ളത് യൂണിറ്റ് മാസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എഫ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതി. ഈ ഇക്വേഷനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡബിൾ ഡോട്ട് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ ഡിഫറൻഷ്യേറ്റ് എടുത്തതാണല്ലേ. അപ്പോൾ എഫ് ഇതിനെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഈക്വൽ ടു എന്ത് കിട്ടി? മൈനസ് എക്സ് ഓഫ് ടി കിട്ടി. എഫ് കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ പകുതിയായി അല്ലേ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. നമുക്ക് എഫ് കിട്ടി കഴിഞ്ഞാൽ പൊട്ടൻഷ്യലിലെ എക്സ് കമ്പോണൻറ്റ് കണ്ടുപിടിച്ചൂടെ. എങ്ങനെ കണ്ടുപിടിക്കും? ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. സോ ഇതൊക്കെ ഒന്ന് മായ്ക്കുന്നുണ്ട്. ഓക്കെ. നമുക്ക് എഫ് ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് ടി എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ നമ്മൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആണ്, എക്സ് കമ്പോണൻറ്റ് ആണല്ലോ. സോ നമുക്ക് വെലോസിറ്റിയുടെ ഇതിനെ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രേഷനും ഡിഫറൻഷ്യേഷനും തമ്മിൽ വെട്ടിപ്പോവും അല്ലേ. അപ്പോൾ നമുക്ക് വീനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ മൈനസ് ഇങ്ങോട്ട് പോയി അല്ല, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് ഡി എക്സ് എന്ന് എഴുതാം. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് വെലോസിറ്റി അല്ല പൊട്ടൻഷ്യൽ, വി എന്നുള്ളത് വെലോസിറ്റി അല്ല പൊട്ടൻഷ്യലാണ്, പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. ഓക്കെ. സോ വി ഈക്വൽ ടു മൈനസ് നമുക്ക് കിട്ടി. നമ്മൾ തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ അനുസരിച്ച് എഫ് എന്നുള്ളത് മൈനസ് എക്സ് ഓഫ് ടി ആണ്.
മൈനസ് എക്സ് എന്നുള്ളത് നമ്മളിവിടെ എഴുതുക ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇനി ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേഷനാണ്. ഇവിടെ മൈനസ് അപ്പോൾ പ്ലസ് ആവും. അപ്പോൾ വി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടി. നമുക്കറിയാം എക്സിൻ്റെ ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, ഒരു പവർ കൂടിയിട്ട് വരും അല്ലേ. ഇവിടെ ഒന്നാണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ അതേ പവർ എത്രയാണോ കൂടിയത് അതിനെ ഹരിക്കണം അല്ല. ഇതാണ് നമുക്ക് കിട്ടിയ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. തീർന്നോ? ഇല്ല, ഇത് നമ്മൾ എക്സ് കമ്പോണൻറ്റ് മാത്രമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എക്സ് വൈ പ്ലെയിനിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വൈ കമ്പോണൻറ്റും കണ്ടുപിടിക്കണം. എന്നാലേ വി എന്നുള്ളത് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. നമുക്കതിൻ്റെ എക്സ് കമ്പോണൻറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് വൈ കമ്പോണൻറ്റ് കിട്ടാൻ നമ്മൾ അടുത്ത ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അല്ലേ, ഈ ഒരു ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നിട്ടുള്ള ഡാറ്റയാണിത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സ് കമ്പോണൻറ്റ് കിട്ടിയത്. ഈ വൈയുടെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വൈ കമ്പോണൻറ്റ് കിട്ടാം. ഇതിനെ ഇതേ പ്രൊസീജിയർ അപ്ലൈ ചെയ്യാം. വൈ ഡോട്ട് ഓഫ് ടീനെ നമ്മൾ വീണ്ടും ഡബിൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഈ സൈഡിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ എക്സ് ഡോട്ട് ഓഫ് ടി. സോ ഇത് വൈയുടെയും എക്സിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ രണ്ടിടത്തും ഒരേ വേരിയബിൾ വരണം. നമ്മൾ ഈ ഇക്വേഷനെ ഈ ഒരു ഇക്വേഷനിലിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 1 നമുക്ക് കിട്ടിയത്. ഇത് രണ്ടിനെയും നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ഈ ഇക്വേഷൻ 1നെയും ഇതിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സ് ഡോട്ട് എന്ന് പറയുന്നത് വൈ ഓഫ് ടിക്ക് ഈക്വലാണ്. ഇവിടെ എക്സ് ഡോട്ട് എന്ന് പറയുന്നത് വൈ ഡബിൾ ഡോട്ട് ഓഫ് ടിക്ക് ഈക്വലാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഡോട്ട് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഓഫ് ടി നമ്മൾ ആണ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ വൈ ഡബിൾ ഡോട്ട് ഓഫ് ടി എന്തിന് ഈക്വലാണ്, മൈനസ് ഓഫ് എക്സ് ഡോട്ട് ഓഫ് ടി എന്താണ്, വൈ ഓഫ് ടി ആണ്. സോ വൈ ഓഫ് ടി. സോ ഇത് രണ്ടിടത്തും ഒരേ വേരിയബിളായി അല്ലേ. അപ്പോൾ നമുക്ക് ഫോഴ്സ് അല്ലേ, എഫ് ഈക്വൽ ടു എം എ അല്ലേ, എം ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ അല്ലേ. ഈ ഒരു ഫോമിലോട്ട് കിട്ടി. ഇവിടെ മാസ് യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഫോഴ്സ് എന്നുള്ളതാണ് ഇത് അല്ലേ. അപ്പോൾ എഫ് എന്നുള്ളത് ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു വൈ ഡബിൾ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു എന്ത് കിട്ടി, മൈനസ് വൈ ഓഫ് ടി കിട്ടി. ഇതെന്താണ്, ഫോഴ്സാണ്. ഫോഴ്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. സോ വി ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഫോഴ്സ് എന്താണ് നമുക്ക് കിട്ടി, ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് വൈ ഓഫ് ടി ആണെന്ന് കിട്ടി. നമ്മളിവിടെ എക്സ് കമ്പോണൻ്റ് ആണ് ഇവിടെ ചെയ്തതല്ല. അപ്പോൾ ഇവിടെ വൈ കമ്പോണൻ്റ് ആയതുകൊണ്ട് സിമിലർ പ്രൊസീജിയറാണ്, ഡി വൈ വരും. സോ നെഗറ്റീവ് പോസിറ്റീവായി വി ഈക്വൽ ടു വൈനെ നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യുന്നു, നമുക്ക് കിട്ടും വൈ സ്ക്വയർ ബൈ 2. സെയിം പ്രൊസീജിയറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചൂടെ, എന്തായിരിക്കും പൊട്ടൻഷ്യൽ. സോ നമുക്ക് വി ഈക്വൽ ടു അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1/2 നമുക്ക് കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യലിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തത്. അതാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ. ഒന്നും കൂടി പറയാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, എ പാർട്ടിക്കിൾ ഓഫ് യൂണിറ്റ് മാസ് മൂവ്സ് ഇൻ എക്സ് വൈ പ്ലെയിൻ ഇൻ സച്ച് എ വേ ദാറ്റ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ അതിൽ നിന്ന് നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ തന്നൊരു ഹിൻ്റാണ്. ഇതെന്ത് ചെയ്യുന്ന ഒരു കൺസർവേറ്റീവ് ഫീൽഡാണെന്ന് തന്നിട്ടുണ്ട്, വിച്ച് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ദ പൊട്ടൻഷ്യലിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2015 ജൂൺ 2015 ചോദിച്ച CSIR നെറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈ കമ്പോണൻറ്റ് കിട്ടി. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതായിരിക്കും, സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഭാഗം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് പറയാം. നമുക്ക് ഇങ്ങനെ ഒരു ഫോമിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എഴുതുന്നു, നമ്മളതിനെ ഫോഴ്സിൻ്റെ അല്ല ഈ ഇക്വേഷൻ നമുക്കറിയണം. ഈ ഇക്വേഷൻ എന്താ, ഫോഴ്സ് എന്നാണ്
നമ്മൾ എഴുതുമ്പോൾ എഫ് ഈക്വൽ ടു എം എ ആണ് അല്ലേ. ഒരു ഇക്വേഷൻ്റെ ഫോമിലോട്ടാക്കാൻ നമ്മൾ ഡബിൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഓൾറെഡി ഡിഫറൻഷ്യേറ്റ് ചെയ്ത ഇക്വേഷൻ നമ്മൾ വീണ്ടും എഗെയിൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കുന്നു. അതിനെ 2 വേരിയബിളായിട്ട് നമുക്ക് കിട്ടുന്നു. 2 വേരിയബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്ന മറ്റേ ഡാറ്റയിൽ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒരേ വേരിയബിളിലുള്ളൊരു ഇക്വേഷൻ കിട്ടുന്നു. ഇത് വെച്ചിട്ട് നമ്മൾ എഫ് എന്താണെന്ന് എഫ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷനിൽ കമ്പയർ ചെയ്തിട്ട് എഫ് എന്താണെന്ന് കണ്ടുപിടിച്ചു. എഫ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് കമ്പോണൻറ്റ് ചെയ്തു, അതുപോലെ വൈ കമ്പോണൻറ്റ് ചെയ്തു, രണ്ടിൻ്റെയും സമ്മാക്കിയിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ എഴുതി. സോ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.